നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബാലമാമന് വേണ്ടിയല്ലേ അക്കുച്ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്? ആ നിമിഷം അക്കുച്ചേട്ടനോട് ചോദിച്ചോ ഈ കല്യാണത്തിന് സമ്മതമാണോന്ന്? ബാലമാമയുടെ തീരുമാനങ്ങൾ നടത്തിയെടുത്തു. ബാലമാമൻ ഇപ്പൊ പറഞ്ഞില്ലേ അക്കുച്ചേട്ടൻ വലിയ ഹൈറ്റിലെത്തേണ്ട ആളാന്ന്. ബാലമാമൻ കാരണല്ലേ അക്കുച്ചേട്ടൻ ഇപ്പൊ ഈ ജോലി ചെയ്യുന്നത്. ഈ ജോലി അക്കുച്ചേട്ടന് ഇഷ്ടമാണോന്ന് പോലും ചോദിച്ചിട്ടില്ലല്ലോ. പത്ത് തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തുണ്ടെന്ന് പറഞ്ഞല്ലേ ബാലമാമൻ അക്കുച്ചേട്ടൻ ഓഫീസിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്നത്. ബാലമാമൻ പറഞ്ഞ അനുസരിച്ച് അക്കുച്ചേട്ടൻ ഓഫീസ് വിട്ട് കൂടെ പോന്നു. അങ്ങനെ ആ ജോലി കളഞ്ഞു പോകുന്നത് അക്കുച്ചേട്ടന് സന്തോഷമാണോ സമ്മതമാണോന്ന് ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. കാക്കുത്തി നിർത്ത്, മതി. അക്കുച്ചേട്ടൻ മിണ്ടാതിരിക്കെ. ഞാൻ എന്റെ ബാലമാമയോട് സംസാരിക്കുന്നു. ഇപ്പൊ സംസാരിച്ചില്ലെങ്കിൽ ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോഴെന്തായാലും ഒന്നും സംസാരിക്കണ്ട പ്ലീസ് കാക്കോത്തി. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന്റെ താളം തെറ്റി പടുകുഴിയിലായിരിക്കും പോവാ. അതിപ്പോ മനസ്സിലാവുന്നുണ്ടല്ലോ അക്കുച്ചേട്ടന്. മനസ്സിലുള്ളത് ബാലമാമയോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും കാണുമായിരുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും അക്കുച്ചേട്ടൻ എല്ലാം തുറന്നു പറയുന്നു പ്രതീക്ഷിച്ച് കാത്തിരുന്നു. പക്ഷെ അക്കുച്ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. അക്കുച്ചേട്ടന് വേണ്ടി കൂടിയാ ഞാനിപ്പോ സംസാരിക്കുന്നത്. ബാലമാമ, ഓഫീസിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് അക്കുച്ചേട്ടൻ ഓഫീസിലുള്ളവരുമായിട്ട് ചേർന്ന് ശരിയാക്കിക്കോളും. അതിനു പകരം ബാലമാമൻ ഓഫീസിൽ ചെന്ന് അക്കുച്ചേട്ടനെ വിളിച്ചോണ്ട് വരാൻ അക്കുച്ചേട്ടൻ പറഞ്ഞോ? ഓഫീസിൽ പ്രശ്നമുണ്ട്, അച്ഛൻ വരണമെന്ന് പറഞ്ഞ് വിളിച്ചോ അക്കുച്ചേട്ടൻ? ഗവൺമെന്റ് ജോലി കിട്ടാനുള്ളതിന്റെ ബുദ്ധിമുട്ട് ബാലമാമയ്ക്ക് അറിയാവുന്നല്ലേ. PSC റാങ്ക് ലിസ്റ്റിലെ പേര് വന്നവര് പോലും മണ്ണ് വാരി തിന്നുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. എന്നിട്ട് ഇത്ര നിസ്സാരമായിട്ട് ആ ജോലി കളഞ്ഞിട്ട് വരാൻ പറഞ്ഞത് ശരിയാണോ ബാലമാമേ? അതിര് കടന്ന സ്നേഹവും കരുതലും വെറുപ്പിനെക്കാളും ദോഷം ചെയ്യും. ബാലമാമന്റെ സ്നേഹം ഒരു സ്വർണ്ണക്കൂട് പോലെയാ. അതിൽ അക്കുച്ചേട്ടനെ അടച്ചിടരുത്. അക്കുച്ചേട്ടന് ഫ്രീഡം കൊടുക്കണം ബാലമാമേ. അക്കുച്ചേട്ടന്റെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. ബാലമാമനെ കുറ്റപ്പെടുത്തി ചോദ്യം ചെയ്യുന്നതല്ല. ബാലമാമന്റെ ശരി മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നാം. പക്ഷെ ചിലത് പറയും, ചിലര് പറയാതെ ഉള്ളിലൊതുക്കും. ഞാൻ ഈ പറഞ്ഞത് ബാലമാമയെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പെണ്ണേ, ഇങ്ങോട്ട് നോക്ക്. നീ ആരാടി വലിയ വർത്താനം പറയാൻ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അർഹതയില്ലാത്തതിനൊക്കെ ഇവിടെ വലിച്ചു കയറ്റി തലയിൽ വെച്ചിരിക്കുന്ന മാഷിനെ തന്നെ പറയണം. പാമ്പിന് എത്ര തവണ പാല് കൊടുത്താലും ഒരു നാൾ തിരിഞ്ഞു കൊത്തുന്നുള്ള ബോധം മാഷിനില്ലാതെ പോയി. ഇത് മാഷിനെ കിട്ടണം. പെങ്ങളുടെ മോളെന്ന് പറഞ്ഞ് ഉള്ള കൈ കൊണ്ടു നടന്നല്ലേ. ഇവക്കൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി എന്റെ രണ്ടു മക്കളുടെ ജീവിതം തൊലച്ചില്ലേ? ഇത്രയും നേരം ഇവള് വായിട്ടടിച്ചതിന് ഉത്തരം കൊടുക്കും മാഷേ. അതിന് ചാരുമോൾ എന്ത് തെറ്റാ പറഞ്ഞത്? നിന്റെ ചോര തിളയ്ക്കാനായിട്ട്.
ചാരുമോള് പറഞ്ഞതെല്ലാം ശരിയാ, ഞാനത് മനസ്സിലാക്കുന്നു. അപ്പച്ചി ചീറ്റിപ്പോയി. അമ്മാവൻ ചാരുവിനെ പോഴ്ത്തുന്നുണ്ടോ?